രാഷ്ട്രീയം ഇങ്ങനെ പ്രാണവായു പോലെ കൊണ്ടു നടക്കുന്ന ഒരു നാടും ഒരു നാട്ടുകാരുമാണ് കണ്ണൂരിലേത്. നമുക്കറിയാം അല്ലേ, രാഷ്ട്രീയം പറഞ്ഞ്, രാഷ്ട്രീയം ശ്വസിച്ച്, രാഷ്ട്രീയം ഊണിലും ഉറക്കത്തിലും കൊണ്ടു നടക്കുന്നവരുടെ നാടാണ് കണ്ണൂർ. ഇക്കാലം വരെ കണ്ണൂർ കോർപ്പറേഷനിലെ രാഷ്ട്രീയ ഗതി എങ്ങനെയായിരുന്നു, ഇനി എങ്ങനെയൊക്കെ ആകാം? പോൾപോട്ടിലേക്ക്. കോർപ്പറേഷൻ ആകുമ്പോൾ 140 വർഷത്തിലേറെ നഗരസഭയായി പ്രവർത്തിച്ച പാരമ്പര്യമുണ്ടായിരുന്നു കണ്ണൂരിന്. അല്ലെങ്കിൽ ഇത് മറ്റൊരു വിധത്തിലും പറയാം, 140 വർഷം മുനിസിപ്പാലിറ്റിയായി നിന്ന ശേഷമാണ് കണ്ണൂരിന് കോർപ്പറേഷൻ ആകാൻ കഴിഞ്ഞത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സൈനിക കേന്ദ്രം എന്ന നിലയിൽ മുനിസിപ്പാലിറ്റി ആയതാണ് കണ്ണൂർ. സൈനിക ആസ്ഥാനത്തിനപ്പുറമുള്ള വികസനമൊന്നും പിന്നീട് വരാത്തതിനാലാണ് ദീർഘകാലം മുനിസിപ്പാലിറ്റി മാത്രമായി നിലനിൽക്കേണ്ടി വന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോർപ്പറേഷനായിട്ട് 10 വർഷം ആകുന്നതേയുള്ളൂ. കോർപ്പറേഷനായ ശേഷമുള്ള ആദ്യ 5 വർഷം സംഭവ ബഹുലമായിരുന്നു. 2015 ആദ്യ തെരഞ്ഞെടുപ്പിലാണ് കണ്ണൂർ കോർപ്പറേഷൻ ജനാധിപത്യത്തിലെ നിർണായകമായ വിധിയെഴുതിയത്. LDF-നും UDF-നും 27 സീറ്റ് വീതം. പിന്നാലെ ജയിച്ചിരിക്കുന്നത് UDF വിമതനായ PK രാഗേഷ് തുടക്കത്തിൽ LDF-നൊപ്പം നിന്നു. അങ്ങനെ LDF-ലെ EP ലത മേയറായി, രാഗേഷ് ഡെപ്യൂട്ടി മേയറുമായി. പക്ഷേ ഈ ഭരണം അധികകാലം നീണ്ടില്ല. രാഗേഷ് UDF-ലേക്ക് ചുവടുമാറ്റി. അതോടെ ഭരണം UDF-ന് സ്വന്തമായി. ഇതിനുശേഷവും നിരവധി ചാഞ്ചാട്ടങ്ങളുണ്ടായി. കോൺഗ്രസിലെ സുമാ ബാലകൃഷ്ണനും C സീനത്തുമൊക്കെ മേയർ കസേരയിൽ മാറിയിരുന്നു. 2020 വ്യക്തമായ ഭൂരിപക്ഷമാണ് UDF-ന് കിട്ടിയത്. 34 സീറ്റ് പിടിച്ച UDF അധികാരത്തിലെത്തി. 19 സീറ്റായിരുന്നു LDF-ന്. ഒരു സീറ്റിൽ NDA-യാണ് വിജയിച്ചത്. PK രാഗേഷ് UDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നതും ഈ തെരഞ്ഞെടുപ്പിലാണ്. കോൺഗ്രസിന്റെ TO മോഹനനും മുസ്ലിം ലീഗിന്റെ മസ്ലിഹ് മഠത്തിലും ഊഴം വെച്ച് മേയർമാരായി. കണ്ണൂർ നിയമസഭാ മണ്ഡലം എന്നതുപോലെ കണ്ണൂർ നഗരസഭയും രാഷ്ട്രീയമായി ഇടതുകോട്ടയല്ല. കണ്ണൂർ നിയമസഭയിൽ N രാമകൃഷ്ണനും K സുധാകരനുമൊക്കെയാണ് ദീർഘകാലം ജയിച്ചത്. പിന്നീട് കോൺഗ്രസിന്റെ കൂടെ എത്തിയ AP അബ്ദുള്ളക്കുട്ടിയും ജയിച്ചു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷത്തിനായി കടന്നപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചത്. മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും കോർപ്പറേഷനായി മാറിക്കഴിഞ്ഞും കണ്ണൂരിൽ ഈ രാഷ്ട്രീയ ദിശ കാണാം. പഴയ കണ്ണൂർ മുനിസിപ്പാലിറ്റിക്കൊപ്പം പള്ളിക്കുന്ന്, പുഴാതി, എളയാവൂർ, എടക്കാട്, ചേലോര എന്നീ പഞ്ചായത്തുകൾ ചേർന്ന് കഴിഞ്ഞിട്ടും രാഷ്ട്രീയത്തിന് വലിയ മാറ്റം വന്നിട്ടില്ല.